എല്ലാവർക്കും ഹാപ്പി വേൾഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പെരട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ ഒരു മീൻ പെരട്ട് ഉണ്ടാക്കിയാലോ? നോക്കാം. ഇതിനായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ശേഷം ഇതിനകത്തേക്ക് അധികം മുള്ളൊന്നും ഇല്ലാത്ത മീനാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മസാലകളെല്ലാം മീനിന്റെ എല്ലാ ഭാഗത്തും നന്നായി പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതൊരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണേ. ശേഷം പാൻ എടുത്ത് അതിലൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം മീനുകളെല്ലാം ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ആയി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് 4 വറ്റൽമുളക് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം 30 ചെറിയുള്ളിയും കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിനകത്തേക്ക് വറ്റൽമുളകും ചെറിയുള്ളിയും നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളിയും കൂടെ ചേർത്ത് നന്നായി നമുക്ക് അരച്ചെടുക്കാം. മീൻ പെരട്ട് റെഡിയാക്കാനായിട്ട് മസാലയും മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പെരട്ട് ഉണ്ടാക്കാം. ഇതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കുക. ശേഷം കടുകിട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ കറിവേപ്പില, 10-20 ചെറിയുള്ളി ചെറുതായി മുറിച്ചത്, അര വെല്ലുള്ളി ചെറുതായി മുറിച്ചതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ശേഷം അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിൽ നന്നായി ഇളക്കിയെടുക്കുക. ഏകദേശം 2 മിനിറ്റ് തന്നെ ധാരാളം. ഈ മീൻ കഷ്ണങ്ങളിലേക്ക് മസാലകളെല്ലാം നന്നായി പിടിച്ച് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ടാവും. മീൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മീൻ കിട്ടുമ്പോൾ എപ്പോഴും ഒരേപോലെ തന്നെ ഉണ്ടാകാതെ വ്യത്യസ്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ഈ റെസിപ്പി ഒരുപാട് ഉപകാരപ്പെടും. താങ്ക് യു.